നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വസതിയിൽ നടത്തിയ അപ്രതീക്ഷിത പരിശോധന ഈ കേസിലെ നിർണായക വഴിത്തിരിവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ഏകദേശം 8.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ വിശദമായ പരിശോധനയിൽ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പക്കലുള്ള ആഭരണങ്ങളുടെ പഴക്കം, മൂല്യം, ഭാരം എന്നിവ സംഘം സൂക്ഷ്മമായിട്ട് വിലയിരുത്തി. ഈ നടപടി പ്രഥമദൃഷ്ട്യാ തന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് തോന്നിക്കാമെങ്കിലും ഭരണകക്ഷിയിലെ ചില പ്രമുഖ നേതാക്കളിലേക്കും ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുന്നുവെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പരിശോധനയിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും നിർണായക രേഖകളും വരും ദിവസങ്ങളിൽ ഈ കേസിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആര് എന്നതിലേക്ക് വെളിച്ചം വീശുമെന്നാണ് കരുതപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണം ഇടതുപക്ഷ സർക്കാർ നിശ്ചയിക്കുന്ന സമിതികൾക്ക് ആയതിനാൽ തന്നെ ക്ഷേത്രത്തിലെ സ്വർണ്ണ ശേഖരത്തിൽ ഉണ്ടായതായി പറയപ്പെടുന്ന കുറവ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. സ്വർണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ദേവസ്വം ബോർഡിലെ ചില രാഷ്ട്രീയ നോമിനികൾക്കും പ്രമുഖ CPM നേതാക്കൾക്കും വ്യക്തമായ പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. തന്ത്രിയിൽ നിന്ന് ശേഖരിച്ച മൊഴികളിലോ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിലോ ഈ രാഷ്ട്രീയ വമ്പന്മാരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. നിലവിൽ ഈ അന്വേഷണം സ്വാഭാവികമായ രീതിയിൽ മുന്നോട്ട് പോയാൽ പല ഉന്നതരും നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഭീതി ഭരണകൂടത്തെ ഏറെ അലോസരപ്പെടുത്തുന്നുണ്ട്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ശബരിമല ക്ഷേത്രത്തിലെ പവിത്രമായ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്താൻ തന്ത്രി കണ്ഠരര് രാജീവരെ ഒത്താശ ചെയ്തതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. താന്ത്രിക വിധികളെയും ആചാരങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ പോറ്റിയുമായി ചേർന്ന് തന്ത്രി ഗൂഢാലോചന നടത്തിയെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. 2007 മുതൽ ഇരുവരും തമ്മിൽ നിലനിൽക്കുന്ന ദൃഢമായിട്ടുള്ള ബന്ധവും അതിലൂടെ നടന്ന സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. പത്മകുമാർ, ഗോവർദ്ധൻ എന്നിവരുടെയൊക്കെ മൊഴികളാണ് തന്ത്രിയുടെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഈ മൊഴികൾ ശരിവെക്കുന്ന തരത്തിലുള്ള ബാങ്ക് ഇടപാടുകളും അതോടൊപ്പം തന്നെ സാമ്പത്തിക രേഖകളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള തന്ത്രിയെ വേട്ടയാടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഒരു വിഭാഗം ഭക്തർ ആരോപിക്കുമ്പോൾ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള പുകമറയാണോ ഈ പരിശോധനകളെന്നും സംശയമുണ്ട്. തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലൂടെ ചില വമ്പൻ സ്രാവുകളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ കേസ് രാഷ്ട്രീയമായി തങ്ങളെ ബാധിക്കുമെന്ന് ഉറപ്പായാൽ അന്വേഷണം ഒതുക്കി തീർക്കാനോ അതോ തന്ത്രിയെ മാത്രം പ്രതിയാക്കി മറ്റ് ഉന്നതരെ രക്ഷിച്ചെടുക്കാനോ സർക്കാർ മുതിരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആശങ്ക. ശബരിമലയുടെ പവിത്രതയെ പോലും രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്ന ശക്തികൾക്ക് ഈ അന്വേഷണം വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണം മുറുകുന്നതിനിടയിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തന്ത്രി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ വസതിയിൽ പരിശോധന നടത്തിയത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികൾ ഇതിനോടകം തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. തന്ത്രിയുടെയും പോറ്റിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങുകയാണ്. നിലവിൽ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനായിട്ട് പോലീസ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അന്വേഷണം പൂർത്തിയാക്കാൻ ചുരുങ്ങിയ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സ്വർണ്ണ കവർച്ചയിലെ യഥാർത്ഥ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന ജാഗ്രത ഇവിടെ നിർണായകമാണ്. വിശ്വാസികൾ വലിയ പ്രാധാന്യം നൽകുന്ന ശബരിമലയുടെ സ്വർണ്ണാഭരണങ്ങളിലെ കുറവ് സംബന്ധിച്ച ഈ കേസ് രാഷ്ട്രീയവും നിയമപരമായിട്ടുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. തെളിവുകൾ നശിപ്പിക്കപ്പെടാതെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ മാത്രമേ ശബരിമലയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്ന വികാരമാണ് പൊതുസമൂഹത്തിലും അയ്യപ്പ ഭക്തരിലും ഇപ്പോൾ ഉയരുന്നത്.